ശബരിമല സ്വർണ്ണ കവർച്ചയിൽ രാജ്യാന്തര പണമിടപാടുകളും നടന്നതായി സംശയമുണ്ടെന്ന് ഇ ഡി. അന്വേഷണ സാധ്യത വിലയിരുത്തിയുള്ള ഇ ഡി ഇന്റലിജൻസ് റിപ്പോർട്ട് ഡയറക്ടർ പരിശോധിച്ചു വരികയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇ ഡിയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട്. കൊച്ചി സോണൽ അഡീഷണൽ ഡയറക്ടറും നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ് കരുണാകരൻ, ശബരിമല സ്വർണ്ണ കവർച്ച അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇതിൽ അന്താരാഷ്ട്ര തലത്തിലെ ബന്ധവും ഇ ഡിയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലേ? ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ശേഖരിച്ചിരിക്കുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾക്കുള്ള പങ്കാളിത്തം അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം അന്വേഷണത്തിനുള്ള സാധ്യതകളുണ്ട്, കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി ഇന്റലിജൻസ് സംവിധാനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇ ഡിക്ക് സാധാരണ നിലയിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കേസുകളിലാണ് അന്വേഷണത്തിനുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസുകളിലാണ് ഇ ഡിക്ക് അന്വേഷണത്തിനുള്ള സാധ്യതകളുള്ളത്. അത്തരം അന്വേഷണത്തിനുള്ള എല്ലാ സാധ്യതകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഇ ഡി ഇന്റലിജൻസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ കേസിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് വിദേശത്ത് നിന്ന് അടക്കമുള്ള ഫണ്ട് വിനിയോഗം ഈ കേസിൽ നടന്നിട്ടുണ്ട്. വിദേശത്ത് നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട്, ആ ഫണ്ടിന്റെ ഉപയോഗം നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പ്രാഥമികമായി തന്നെ അന്വേഷണ സംഘം വിലയിരുത്തിയിട്ടുണ്ട്, ഇന്റലിജൻസ് സംവിധാനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയെല്ലാമാണ് ഫണ്ടുകൾ വന്നിട്ടുള്ളത്, ആരുടെയെല്ലാം കൈകളിലേക്കാണ് ഈ ഫണ്ടുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ് പ്രധാനമായും. അതുകൊണ്ട് തന്നെ ഇ ഡിക്ക് നൽകിയിരിക്കുന്ന ഇ ഡി ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇപ്പോൾ ഡയറക്ടർക്ക് തന്നെ നേരിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും അന്വേഷണം ഇനി മുന്നോട്ട് പോവുക. ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും ഇതിൽ ഒരു പരിശോധന നടത്തുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ECIR രജിസ്റ്റർ ചെയ്യുക. എന്നാൽ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിവാദങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇ ഡി ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഈ കേസിൻ്റെ പരിശോധനകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ വിശദാംശങ്ങൾ, അതിലെ പ്രതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഓരോ സംസ്ഥാനത്തും ഇ ഡിയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഇ ഡിയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പ്രധാനമായും ചെയ്യുന്നത് രാജ്യാന്തര പണമിടപാട്, അതിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എങ്ങനെയാണ്? അത്തരമൊരു അത്തരമൊരു സാധ്യതകളിലേക്ക് അന്വേഷണ സംഘം എത്താനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന ചില സൂചനകൾ, ഒപ്പം തന്നെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങളിലെല്ലാം തന്നെ പ്രാഥമികമായി അവർക്ക് വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിലെ സ്വർണം വേർതിരിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മൂല്യം കണക്കാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അമൂല്യ മൂല്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിലപേശിക്കൊണ്ട് ഉള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വലിയ കോടികളുടെ ഇടപാട്. സാധാരണഗതിയിൽ ആ സ്വർണത്തിൻ്റെ വില എന്നത് മാത്രമല്ല, അതിനപ്പുറം അത് ശബരിമലയിലെയാണ്, ശാസ്താവിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയ മൂല്യം വിശ്വാസികളിൽ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഉണ്ട്. ആ മൂല്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകൾ, അത് വിറ്റുകൊണ്ട് അതിൻ്റെ പാളികൾ പല ഭാഗങ്ങളായി വിറ്റുകൊണ്ട് അടക്കമുള്ള ഒരു ഇടപാടുകൾ നടന്നിരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ രാജ്യാന്തര ബന്ധങ്ങൾ, അല്ലെങ്കിൽ രാജ്യാന്തര കണ്ണികൾ അതിൽ പങ്കാളികളാണ് എന്നൊരു സൂചന അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമികമായി ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഈ രാജ്യാന്തര കണ്ണികളെ കേന്ദ്രീകരിച്ചുകൊണ്ടും രാജ്യാന്തര കണ്ണികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും തന്നെയാണ് പ്രധാന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡയറക്ടർ ഈ കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിലാണ് ഇന്റലിജൻസ് സംവിധാനങ്ങൾ പൂർണ്ണമായും തന്നെ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ഇനി ECIR രജിസ്റ്റർ ചെയ്യുക, പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ച് അന്വേഷണം നടത്തണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. നിലവിൽ കൊച്ചി സോണൽ ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട്
വിവരശേഖരണങ്ങൾ നടത്തിയിരുന്നു. സാധാരണഗതിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണം നടക്കുക. അതിന്റെ ഒരു മേൽനോട്ടം മാത്രമായിരിക്കും ഡെപ്യൂട്ടി ഡയറക്ടർ നിർവഹിക്കാറുള്ളത് എങ്കിൽ ഈ കേസിന്റെ ഒരു പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് അതിന്റെ അന്വേഷണ സാധ്യതകൾ വിലയിരുത്തുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രധാനമായും ഇത്തരം അന്വേഷണ സാധ്യതകൾ അടക്കം വിലയിരുത്തുന്നത്. ഈ അന്വേഷണ സംഘത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കേസുകളിൽ എത്രമാത്രം ആ ഒരു അന്വേഷണത്തിന്റെ സാധ്യതകളാണ് സാധാരണ അന്വേഷണ സംഘം ഇവിടെ വിലയിരുത്തിയിരിക്കുന്നത്. ഫെമ ലംഘനങ്ങൾ അടക്കമുള്ള കേസുകളിലുമാണ് ഇഡി അന്വേഷണ ഘട്ടങ്ങളിലേക്ക് കടക്കാറുള്ളത്. അത് അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും വൈകാതെ ECIR രജിസ്റ്റർ ചെയ്യുക. എന്നാൽ പൂർണ്ണമായും കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം എല്ലാ രേഖകളും പരിശോധിച്ച ശേഷമായിരിക്കും ECIR രജിസ്റ്റർ ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കുക. അതിന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഇതുവരെയുള്ള വിവരങ്ങൾ മുഴുവൻ ശേഖരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഈ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴികളടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ കൂടി പരിശോധിക്കും. അങ്ങനെ ആ മൊഴികൾ പരിശോധിച്ചും ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ വിലയിരുത്തിയുമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും മുന്നോട്ട് പോവുക. ഈ തെളിവുകളെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് ECIR രജിസ്റ്റർ ചെയ്യുകയും കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്യും. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ചോദ്യം ചെയ്യും. അങ്ങനെ ഈ ആളുകളുടെ എല്ലാം തന്നെ നിലവിൽ 10 പേരാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടത് എങ്കിൽ അതിലധികം ആളുകളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട്. അത് ആരെല്ലാമാണ് എന്നത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആ ഒരു നിലയ്ക്ക് നീങ്ങുമ്പോൾ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചും അതിന്റെ സാധ്യതകളിലേക്കും എല്ലാം തന്നെ നീങ്ങുന്ന വിശദമായ ഒരു അന്വേഷണം നടത്തുന്നത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ രാജ്യാന്തര പണമിടപാടുകൾ നടന്നതായാണ് ഇഡി ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും അന്വേഷണ സാധ്യത വിലയിരുത്തിയുള്ള ഇഡി ഇന്റലിജൻസ് റിപ്പോർട്ട് അത് ഇഡി ഡയറക്ടർ പരിശോധിച്ച് വരികയാണ്. അപ്പം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.